ഡൽഹിയിൽ ചേരികൾ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കുന്നു. സ്ഥലത്ത് സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. കൽക്കാജിയിൽ മാത്രം 1230 അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു. 99 ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആം ആദ്മി പാർട്ടി ഇന്നും ചേരി പൊളിക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശരത് ലാൽ ഉണ്ട്. ശരത്ത്, ഇന്നലെ അത്യക്ഷയെ അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു കഴിഞ്ഞ ദിവസം. ഇന്നെന്താണ് അവിടുത്തെ സ്ഥിതി? വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് രാവിലെ 4:30 മുതൽ പുലർച്ചെ 4:30 ഈ പോലീസ് സഹായത്തോടെ ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷനും അതേപോലെ ഡൽഹി ഡെവലപ്മെന്റ് അതോറിറ്റിയും നടപടികളുമായി മുന്നോട്ട് പോകുന്നത്. കൽക്കാജി മണ്ഡലത്തിലെ ഗോവിന്ദ്പുരിയിലാണ് ഇപ്പോൾ 400 വീടുകളുടെ ജുഗികളാണ് ഇപ്പോൾ പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഈ പ്രദേശത്ത് സംഘർഷ അവസ്ഥ തുടരുകയാണ്. BJPയുടെ പ്രതികാര നടപടി എന്നാണ് ഇതിനെ സംബന്ധിച്ച് ആപ്പിന്റെ പ്രതികരണം. ഇന്നലെ ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷ നേതാവ് അതിശയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുകയാണ് ചെയ്തത്. അതിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം ഉയർത്തിയിരിക്കുന്നത് അതിശയെ കൽക്കാജിയിൽ 1230 വീടുകളാണ് പൊളിച്ചു നീക്കുന്നത്. സ്ഥലത്ത് വൻ സംഘർഷമുണ്ട്. 99 ബംഗ്ലാദേശി പേരുപൊളിക്കൽ പ്രതിഷേധവുമായി AAP രംഗത്തുണ്ട്. വലിയ പ്രതിഷേധമാണ് AAP ഉയർത്തുന്നത്. BJP ഇത്തരത്തിൽ പൊളിക്കൽ നടപടികൾ നടത്തില്ല എന്ന വാഗ്ദാനം നൽകി. ഇപ്പോൾ അതേ പ്രവൃത്തി വീണ്ടും തുടരുന്നുവെന്നാണ് അതിഷി ആരോപിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം അതിഷിയെ, പ്രതിപക്ഷ നേതാവ് അതിഷിയെ അറസ്റ്റ് ചെയ്ത് നീക്കുന്ന നടപടികളൊക്കെ നമ്മൾ കണ്ടതാണ്. ശരത് ലാലാണ് വിവരങ്ങൾ നൽകിയത്.